അങ്ങനെ മഴ പെയ്ത് ഇനി മഴ കൊള്ളാം കുറച്ചാൽ ഞാൻ മഴ കൊള്ളു ഞാൻ നനഞ്ഞാലും കുഴപ്പമില്ല ഫോൺ നനഞ്ഞാലും കുഴപ്പമില്ല 10 രൂപ വരെ ചായക്കടികൾ നനഞ്ഞു. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് കാത്തൂര് കിട്ടിയിട്ടുണ്ട് ഇല്ലാത്ത പോക്കത്ത് ഇന്ന് ഞങ്ങള് പോർക്കുളത്താണ് കേട്ടാ. ഇന്ന് വന്നു. ഇന്നലെ എന്താന്ന് പക്ഷെ ഇന്നലെ കയറാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് നല്ല കാലമാണ്. എന്റെ തല മഴ ഇന്ന് വരാൻ നിക്കണ നേരത്തെ ഏട്ടൻ തല കൊണ്ട് ഇടിപ്പിച്ചാന്ന് ആരും പറയരുതെന്ന് അല്ലാത്ത മേശയമ്മ തല ഇടിച്ചതാണ്. അപ്പൊ ഞങ്ങളിത് ആ വീട്ടിലേക്ക് എത്തി. ഇപ്പൊ എത്ര മണി? 5 മണി ഓക്കെ ചെക്കവിടെ കുറുമ്പാണിക്കണക്ക് ഞങ്ങള് വന്നു കഴിഞ്ഞാ കുണുക്കനുള്ള ഏറ്റവും പരിപാടിയാണ് ഞങ്ങളടുത്ത് കിടന്ന് കുറുമ്പാണിക്കത്. ഷട്ടൊക്കെ എടുത്തിട്ടിട്ട് ഷോ കാണിച്ചാണെങ്കിൽ അതല്ലട്ടെ വേറെത് പറഞ്ഞത് ഒരാൾക്ക് ഭയങ്കര ഷോ. ഈ ഷർട്ട് ഇട്ടിട്ട് കയ്യ് കുറച്ച് ടൈറ്റ് ആയിക്കണേന്റെ ഒരു ഷോ അല്ലേ? അത് നമ്മുടെ 90s ഒരു വികാരാണ്. ഈ കുറച്ച് അല്ലൊറിജിനായി പോകുന്ന അറിയില്ല പണ്ടിങ്ങനെ ഷർട്ട് എത്ര ടൂക്കെ അവ ശ്രമിച്ചാലാവില്ല. പിന്നെ 90s സ്റ്റൈൽ പിടിച്ചു തന്ത വൈബ് കയറി വരും. അത് ശരിയാണ്. തന്ത വൈബ് കയറി വരാതിരിക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ ഫേസ് ചോന്നിരിക്കും. എന്താണ് കാരണം പറഞ്ഞെടുക്കുക? എന്താണ് കാരണം? കുടുക്കന്റെ സ്നേഹപ്രകരണം. കുടുക്ക് കവിള് പിടിച്ചിട്ടാണ് ഈ കവിള് ഇങ്ങനെ ഇരിക്കണത്. ഇപ്പൊ വന്നിട്ട് പൊന്നേച്ചിട്ട് പോയിട്ടില്ല കേട്ടോ. പൊന്നേച്ചി തറവാട്ടിലേക്ക് വേറെ പിണങ്ങും വരണം. പൊന്നേച്ചടുത്ത് പോയിട്ട് വരണം. അപ്പൊ അമ്മ വരാൻ വേണ്ടി കാത്തിരിക്കും. അമ്മ കാത്തിരിക്കുന്ന എന്തോ ചെയ്യുന്നുണ്ട്. എന്താ ഞങ്ങൾ കൊറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷൂട്ടും തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് അല്ലേ ഷൂട്ടൊക്കെ ഉണ്ടാവും. നമ്മള് പിന്നെ ഈ മാസം വലിയൊരു പ്ലാനൊക്കെ വിചാരിച്ചു. പക്ഷെ നടന്നില്ല, ചീറ്റിപ്പോയി. ഷൂട്ടിനെക്കാളും മെയിൻ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇതായോണ്ട് പിന്നെ ആ പോലും വരെ ഇപ്പൊ അങ്ങ് പോയിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോ പിന്നെ ഇങ്ങോട്ട് വരണം. ഇന്നലെ ശരിക്കും കൊടുക്കണ്ടേ മേലുള്ളൂ. ഇന്നലെ ശരിക്കും വരേണ്ടതായിരുന്നു. പക്ഷെ ഇന്നലെ വരാൻ പറ്റിയില്ല. കിട്ടി അപ്പൊ ഇന്നലെ വരാൻ പറ്റില്ല. ഇന്നലെ വേറെ നിലയ്ക്ക് മൈഗ്രേൻ വന്നിട്ട് കെടുപ്പിലായിരുന്നു. എടുക്കാനാ എടുക്കാൻ പറയുന്നുണ്ട്. താങ്ങൂല്ല. അതുകൊണ്ടാണ് എടുത്തേ വളർത്തിയ ചെക്കനാ. പക്ഷെ ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റിയ സാധനം അതാണ് എടുക്കാൻ നിക്കൂല്ല. അതിനെടുക്കണ്ട. അതിനെടുക്കാൻ ഭയങ്കര സുഖ. ഇപ്പൊ പിണങ്ങി എന്തോ കിട്ടിയിട്ടുണ്ട്. എന്തോ പിണങ്ങി അപ്പൊ ആവാളെ പിടിച്ച് പോകണ്ട അറിയാം. പിണങ്ങി നടക്കണ കണ്ടറിയാം. അപ്പൊ കാറൊക്കെ കുറച്ച് വാഷ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടി കൊണ്ടുവന്ന കൊറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനി നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ നാളത്തെ വിശേഷം ഇന്നത്തെ ഒക്കെ കാണാം. നാളെ എങ്കിലെങ്കിലും ഒക്കെ പോകണം. കൊറേ ദിവസമായി പിള്ളേരനൊക്കെ ഉണ്ടെങ്കിലും പോയിട്ട് അല്ലേ? അപ്പൊ നാളത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പൊന്നേച്ചിനെ പോയിട്ട് കാണിച്ചിട്ട് കാണിക്കാം. പൊന്നേച്ചിനെ കാണാൻ പോട്ടെ. എന്താ ഷോയാണോ? വെറും ഷോ. എവിടെ കൈ നോക്കട്ടെ. സൂപ്പർ വാച്ച. സൂപ്പർ വാച്ച മേടിച്ചു തരാൻ പറയാം. അച്ഛമാമനെ വാച്ച എനിക്കറിയില്ല കേട്ടോ കാത്തു അല്ലേ? ഇതറിയില്ലല്ലോ. ഫുള്ളും തരാത്തല്ല. ഫുള്ളും തരാത്ത ഞാനല്ലെങ്കിൽ കുഞ്ഞില്ല. എന്നിട്ട് എനിക്ക് കൊള്ളുന്നില്ല. എനിക്ക് വാങ്ങിച്ചിട്ട് നിങ്ങളില്ലേ എന്റെ നെസ്റ്റിലുണ്ട്. അവർക്ക് ഇങ്ങനത്തെ വാച്ചക്കുണ്ട്. അത് ശരിക്കും ഉണ്ടാക്കും. ഈ രാത്രി എവിടേക്കാ നീ? ഞാൻ അമ്മയ്ക്ക് ചുരിദാർ എടുത്ത് വെക്കാൻ വേണ്ടി പോവാ. അമ്മയ്ക്ക് ചുരിദാർ തോന്നുന്നു. പക്ഷെ ശരിയായില്ല. മാറ്റി
പോയിട്ട് വരാം. വണ്ടി എടുത്തോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മയ്ക്ക് ഞാൻ എടുത്തോളുന്ന ചുരിദാർ ഒരു ഇത്തിരി ടൈറ്റായിരുന്നു കേട്ടോ. അമ്മയുടെ കറക്റ്റ് അളവായിരുന്നില്ല. അപ്പം ഞങ്ങൾ രാത്രി അതെല്ലാവരും കൂടി മാറ്റാൻ പോയതാണ്. അപ്പം അമ്മ ഒരു ചുരിദാർ ഇട്ടിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, ഏട്ടനും അച്ഛനൊക്കെ. പിന്നെ കുണിക്കുമ്പോൾ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസമായിട്ട് അപ്പം ഞങ്ങൾ ഫുള്ള് അവിടെ ഇരുന്നിട്ട് റൂമിലിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. പച്ചൂട്ടനും ഏട്ടനും ഫുള്ള് ഗെയിം കളിയാണ് ഫോണിൽ ഇരുന്നിട്ട് കേട്ടോ. പിന്നെ പൊന്നേച്ചിനെ എന്തോ വീട്ടിൽ കൊണ്ടുപോകണം ചടങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മളിതാ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഞങ്ങളുടെ പടിയിലേക്ക് ഇറങ്ങി അല്ലേട്ടാ. ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുന്ന കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇവിടെ കേച്ചേരിയില്ല. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വരികയാണ് എളുപ്പം. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വന്നു ഷൂട്ടിന്. ഇന്നലെ പിന്നെ അധികം ഒന്നും വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും നിന്നില്ല. ഇന്നലെ ഫുൾ തിരക്കായിരുന്നു. എന്നിട്ട് ഞാനായിട്ടും തന്നെ കുറച്ച് നേരം അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. ഏട്ടൻ ഫുള്ള് പുറത്ത്, ഞാൻ ഫുള്ളകത്തായിരുന്നു അല്ലേ. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നലെ രാത്രി കുറേ ആൾക്കാരുടെ പരിപാടിയായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി പൊന്നേച്ചിട്ട് അടിച്ചു പോയി. പിന്നെ ചായയൊക്കെ കുടിച്ച് മെല്ലെ വരുമ്പോഴേക്കും ഒരു പാതിരാത്രി. പിന്നെ ഞങ്ങൾ നല്ലോണം സുഖമായി കിടന്ന് ഉറങ്ങി. എണീച്ച് ഫുഡൊക്കെ കഴിച്ചു വന്നു. ഇന്നലെ പല വീടെല്ലായിട്ട് രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇനി തിരിച്ച് വീട്ടിൽ തന്നെ പോവും. പക്ഷെ ഇന്ന് പോകണോ നാളെ പോകണോ എന്നുള്ളൊരു കാര്യം കൺഫ്യൂഷനാണ്. എന്താ വെച്ചാൽ നമുക്ക് നാളെ വർക്കുണ്ട്. അതിന് ഇന്ന് പോകണോ നാളെ പോകണമെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഷെബിൻചാനും അമ്മയൊക്കെ പറയുന്നുണ്ട് നാളെ പോകാമെന്ന്. ഞങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് പോകേണ്ടതെന്ന് കാര്യമൊക്കെ. കുണിക്ക് അറിഞ്ഞിട്ടില്ല നാളെ ഇന്നും പോകണമെന്നൊന്നും. അറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും. ഇപ്പം തന്നെ വർക്ക് കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഓടിക്കണത്. അവരാണ് ട്യൂഷന് പോയ സമയത്തായിട്ട് വന്നിരിക്കണത്. കാർത്തുമ്മ അറിഞ്ഞാൽ കൈ പിടിക്കും. കാർത്തുമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അലമ്പോട്ടാ. പക്ഷെ ഞാനിന്ന് ഷൂട്ട് ചെയ്യുന്ന സ്ഥലം നല്ല ഇഷ്ടമായി അല്ലേ. നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല രസമുണ്ട് ഇവിടെ. ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. എന്താ വെച്ചാൽ നല്ല രസമുണ്ട്. വേറെ സ്ഥലമൊന്നും പോകണ്ട, ഇവിടെ തന്നെ മതി. ഇപ്പൊ സമയം ഒരു 2:30. നല്ല തണലും മാങ്ങ എപ്പോഴും പറയും വീടല്ലേ. നമ്മൾ കുറച്ച് മാങ്ങ അല്ലേ വീടിന്റെ ഫ്രണ്ടില് പിന്നെ ഇവിടെ ഇത് മാത്രല്ല അല്ലാതെ നല്ല ഭംഗിയുള്ള കുറേ ഉണ്ട് അല്ലേ. കടലാസ് പൂവൊക്കെ ഇങ്ങനെ വന്നിരിക്കണ നല്ല രസമുണ്ട് കേട്ടോ. കടലാസ് പൂവൊക്കെ നല്ല രസാ. ഇവിടെ എത്തിയപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി. നല്ല സ്ഥലം ഇഷ്ടപ്പെട്ട്. ലൊക്കേഷൻ പോണ്ട ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാട്ടോ. നമ്മുടെ വീഡിയോ ഒന്നും ശരിയൊന്നും ആയില്ല കേട്ടോ. അധികമൊന്നും നമുക്ക് എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. ഭയങ്കര തിരക്ക്. എന്നാൽ എങ്ങനെയും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് രാത്രി. കുണിക്കിനെ ഒന്നും എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. കുറേ നാളെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയിട്ട് ഷൂട്ട് കഴിയണതിനനുസരിച്ച് ടൈം കിട്ടാണെങ്കിൽ പോവാം. കൂടെ അല്ലാട്ടോ നമ്മുടെ ശോഭയിലേക്ക് പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ആദ്യം പറയുന്ന കാര്യം ശോഭ. ഞങ്ങൾക്കൊക്കെ വേറെ സ്ഥലം പിടിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ശോഭ അല്ലെങ്കിൽ ഹൈലറ്റ് മാള്. അമ്മയ്ക്ക് മാള് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. എന്താണെന്ന് അറിയില്ല. അമ്മയ്ക്ക് അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് അവിടെ എത്തി കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു പോകാന്ന് പറയും വീട്ടിലേക്ക്. അതാണ് എൻ്റെ അമ്മയുടെ പരിപാടി. പിന്നെ സിനിമയ്ക്ക് വന്നു വെച്ചാൽ നല്ല സിനിമയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അയ്യോ പടത്തിന്റെ കാര്യം എന്തായാലും പേര് ഇതുവരെ ഞാനൊരു സിനിമ കാണാൻ പോയിട്ട് ഇങ്ങനെ പകുതിക്ക് ചറിഞ്ഞു വന്നിട്ടില്ല. സഹിക്കാൻ പറ്റാതെ അവിടെ AC-യിലൊക്കെ ഇരിക്കാന്ന് വിചാരിച്ച് പകുതി ടൈം ചെയ്തു. പക്ഷെ സഹിക്കാൻ പറ്റില്ല. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അവിടെ ഇരുന്ന് ഉറങ്ങാന്ന് വെച്ചാൽ പോലും സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു വൃത്തിയുടെ സിനിമ. അതുകൊണ്ട് ഞാൻ പകുതിക്ക് വെച്ച് ഇറങ്ങി. എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ്. പക്ഷെ നമ്മള് ഒരു സിനിമയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഇറങ്ങി വരേണ്ട അവസ്ഥ വരുമ്പോ ഭയങ്കര ഭയങ്കര പ്രതീക്ഷിച്ചിട്ടൊക്കെ പോയി. ആൾക്കാരുകള് കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോയി. പക്ഷെ അതൊന്നും ഇറങ്ങി വരേണ്ട അവസ്ഥ വന്നപ്പോ ഭയങ്കര എന്നിട്ട് ഞങ്ങള് വീട്ടിൽ വന്നിട്ട് ഏതായിരുന്നു ഹോട്ട്സ്റ്റാറിലിരുന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനമായത്. അല്ലെങ്കിൽ നമുക്ക് സിനിമകളോടെ അടുപ്പ് വരും അല്ലേ. ഇനി തിയേറ്ററിൽ പോയി സിനിമ ആണെന്ന് തോന്നില്ല. പേര് പറ്റിയെന്ന് പറയണ പോലെ. ഞാൻ ഏട്ടൻ പറഞ്ഞ് ആരോ നല്ല റിവ്യൂ പറഞ്ഞത് കേട്ടിട്ട് പോയതാണ്. പ്രമോഷന് വെറുതെ പറഞ്ഞതായിരിക്കാം. ഞങ്ങൾക്ക് എന്തായാലും പിടിച്ചില്ല. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂടെ തിയേറ്ററിലുണ്ടായ മിക്കവരും ഇന്റർവെൽ തന്നെയാണ് ഇറങ്ങി പോകുന്നത്. അവിടെ ഇരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. അല്ല പോണവര് പോയിക്കോട്ടെ, വേണ്ടെന്നല്ല. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. റോഷനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയാണ്. ഞങ്ങള് രാത്രി എനിക്ക് തോന്നുന്നു 11 മണിക്കാണ് ഞങ്ങൾ വെച്ചത് തന്നെ. പക്ഷെ അത് കഴിയാതെ ഉറങ്ങാനുള്ള ഒരു മൈൻഡ് ഉണ്ടായില്ല.
അതിന്റെ കണ്ടതിന് ഇരുന്ന് പോകും. എത്ര ഉറക്കം വന്നാലും നമ്മളെ ഇരുന്ന് കൂട്ടാ. അത്ര നല്ല സിനിമ, അടിപൊളിയാണ്. അങ്ങനത്തെ സിനിമകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെ, വലതുവശത്തെ കള്ളൻ തന്നെയാണ് അടിപൊളി സിനിമകളൊക്കെ. നമ്മൾ ഇരുന്ന് പോകും, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ കൊടുത്തോണ്ടിരിക്കും അല്ലേ. ഇത് മറ്റേ മസ്തിഷ്കം മരിച്ചു പോയി. മസ്തിഷ്കൊന്നും ഇല്ല ഇനി കാണാൻ. അമ്മോ, അതിന് പടങ്ങളൊക്കെ ഇനി അടുത്ത ഏപ്രിലൊക്കെ ഉള്ളു പടങ്ങള്. ഇപ്പഴത്തെ പോവാണ്ടിരിക്കാൻ നല്ലത് ഇപ്പോഴത്തെ പടങ്ങൾക്ക് ഈ മാസത്തെ. അല്ല, ഈ മാസം വേറെ ഒന്നുമില്ല. തിയേറ്ററൊക്കെ അടച്ചിട്ട് ഞങ്ങളുടെ വേറെ നല്ല തിയേറ്ററൊക്കെ അടച്ചിട്ട് ചിലതില് മാത്രം ഈ സിനിമ ഓടുന്നുണ്ട്. പക്ഷെ അതിന് വലിയ ആൾക്കാരൊന്നുമില്ല, 10-15 പേരൊക്കെ ഉള്ളു. അതാരും സിനിമ ഇല്ലാത്തതുകൊണ്ട് പോയി കാണുന്നതാണ്. കാണുന്നതാണ് പകുതിക്ക് ചേർക്കുക. എന്തായിട്ടും വെള്ളിക്ക് വെക്കണേ ഇങ്ങനെ വെച്ചപ്പോ നല്ല രസമാണ് നോക്കിയത്. പിന്നെ വീട്ടിൽ പോണ കാര്യങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ ഹൈലൈറ്റ് മാളിലേക്കൊക്കെ പോയിട്ടുണ്ടായി എല്ലാവരും കൂടിയിട്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വരണ വഴിക്ക് ഞങ്ങൾക്കൊരു ഷൂട്ട് ഉണ്ടായി. അപ്പോൾ അത് തൃശ്ശൂരായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ട് ഡേറ്റ് എടുത്തായിരുന്നു ഷൂട്ടിൻ്റെ. ഞങ്ങൾക്ക് വരാനും സുഖം അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തുമ്പോൾ തന്നെ ഒരു 9 മണി 10 മണി. പിറ്റേ ദിവസമായപ്പോൾ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് വീട്ടിൽ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളുടെ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വീട് അടച്ചിട്ട് പോയതല്ല, അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ്. പിന്നെ ഞങ്ങളുടെ വെള്ളത്തിനാണെങ്കിലും എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, ടാങ്കിലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ടാങ്ക് കഴുകും വേണം. അപ്പം അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പം ഞാനെന്തോ ജ്യൂസ് എടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ ഇതിൻ്റെ വിലയൊക്കെ. പക്ഷേ നാച്ചുറലാന്ന് പറഞ്ഞാൽ എടുത്തതാണ്. പക്ഷെ ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ജ്യൂസായിരുന്നു. അതിൻ്റെ ഫ്ലേവർ അത്ര ഞങ്ങൾക്ക് പിടിച്ചില്ല കേട്ടോ, ഒട്ടും ടേസ്റ്റ് ഉണ്ടായില്ല. പിന്നെ ഏട്ടൻ വാങ്ങിയ സാധനമൊക്കെ നോക്കുകയാണ്. പിന്നെ ഞാൻ എന്തൊക്കെയോ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് പോയി ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴാണ് അത് വേണം ഇത് വേണം എന്നുള്ള ഇങ്ങനെ ഓർമ്മയൊക്കെ വരിക. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കണതാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് ഹീറോനെ എടുത്തിട്ടാണ് വന്നത് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഹീറോനൊക്കെ എടുത്തു. ഹീറോനെ കുറേ ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോയിൽ ഹീറോനെ കാണാനില്ലല്ലോ എന്ന്. കുറച്ച് ദിവസമായിട്ട് ഹീറോ അമ്മാമ്മരോടെ ആയിരുന്നുണ്ട്. ഞങ്ങൾ അച്ഛമ്മയുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയി പോണാൻ ഹീറോനെ അവിടെ ആക്കിക്കുന്നു. അമ്മേ വെയില്. എന്തിനാ കുപ്പിന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. വെള്ളം കുടിക്കാനാണ്, വേറെ ഒന്നല്ലാട്ട്. ഈ വെയിലത്ത് തന്നെ കയറി നിൽക്കുന്ന ടാങ്ക് കഴുകാനാണ്. ടാങ്കിൽ ആകെ അഴുക്കായിട്ടിരിക്കണത്. ഞങ്ങളിതാ വീട്ടിൽ എന്താണ് അതിൻ്റെ ഇടയിൽ ആടുകൾ എന്തൊരു സാധനം. ഞങ്ങൾ വീട്ടിൽ പോയി വന്നു. അച്ഛമ്മയുടെ പരിപാടിക്കൊക്കെ പോയിട്ട് ഇന്നലെ എപ്പോൾ എത്തി നമ്മൾ വർക്കുണ്ടായി. നേരെ നമ്മൾ വീട്ടിൽ നിന്ന് 2 ദിവസമായിട്ട് നേരെ വീട്ടിൽ നിന്ന് വർക്കിന് പോയിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ നേരെ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു, വീട്ടിൽ പോയില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ടാങ്ക് വെള്ളത്തിനൊരു സ്മെല്ല്, ടാങ്കിൽ അഴുക്ക് കെട്ടിയിട്ടാന്ന് തോന്നുന്നു. അതിനുള്ള പരിപാടിയിലാണ്. ടാങ്ക് കഴുകാൻ നല്ല വെയിൽ. ഇപ്പൊ പുതിയത് വാങ്ങിച്ചോളൂ കഴുകാൻ വേണ്ടിയിട്ട്. അല്ല, ഇപ്പൊ വേഗം കൊടുന്നേട്ടാ ടാങ്ക് കഴുകാൻ വേണ്ടിയിട്ട് വിമ്മൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ടാങ്ങനെ ഈ വെയിലത്ത് ഞാൻ നിൽക്കില്ല കേട്ടോ, ഞാൻ താഴ്ത്തി പോകും. എനിക്ക് വെയില ഇല്ല കേട്ടോ, ഞാൻ വെറുതെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കും. നല്ല വെയിലുണ്ട് പക്ഷേ. ഇല്ല എന്നെ എന്നിട്ട് നിങ്ങൾ വല്ല തലറങ്ങി ഞാൻ അറിയാണ്ടിരിക്കും. കുടിക്കാനുള്ള വെള്ളം കൂടുന്നുണ്ട്. ഞാൻ വെയിറ്റും വെള്ളം കയറിയിട്ടുണ്ട്. എന്താന്നറിയില്ല, ഇവിടുത്തെ ആടുകൾക്ക് എന്തോ പ്രശ്നം, ഭയങ്കര സൗണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഉച്ച നേരത്തെ സൗണ്ട് ഉണ്ടാണ്. എന്തോ പ്രശ്നമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. മനുഷ്യ വെറുതെ ഓരോന്ന് പോലെ വിശന്നിട്ടാണ് തോന്നുന്നു. ഞങ്ങൾ ആ മേളിൽ കയറി. അപ്പുറത്ത് തെങ്ങിന് എന്തിട്ട് മീൻവളം ഇട്ടിട്ട് ഭയങ്കര സ്മെല്ല് ഇട്ടാ. ഒടുക്കത്തെ സ്മെല്ല, സഹിക്കാൻ പറ്റണില്ല. അത് വീടിന്റെ ചുറ്റും ഒക്കെ സ്മെല്ലടിക്കുന്നുണ്ട്. കാക്കര പണി നോക്കി മുട്ടത്തോട് എടുത്ത് മേളിലോണ്ട് വെച്ചാണ്. ഇത്രയും മേള് കൊണ്ടിട്ടുണ്ട് മുട്ടത്തോട്. അപ്പൊ ഇന്ന് ഫുള്ള് 3 മണി. പക്ഷെ ഇപ്പത്തെ കാലാവസ്ഥയിൽ വെയിൽ മാറുന്നില്ല, അതാണ്. ഇന്നത്തെ ദിവസം ഫുള്ള് ക്ലീനിങ് ആണ് കേട്ടാ. ഞങ്ങൾ പിന്നെ എന്താ എടുക്കാൻ വരികയാണ്. എനിക്കാനും കുറച്ച് വൈകി. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല.
വേറെ ഒന്നുമല്ല, ടാങ്കിൽ വെള്ളത്തിൻ്റെ സ്മെല്ല് പോലെ തോന്നിയപ്പോൾ ഉണ്ടാക്കാനുള്ള ഇത് തോന്നിയില്ല. അപ്പോൾ ഈ കുടിക്കാനുള്ള വെള്ളമൊക്കെ വാങ്ങിയിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ സ്മെല്ലെല്ലാം തോന്നുന്നു. പുറത്തുനിന്ന് വെള്ളത്തിൻ്റെ സ്മെല്ലടിക്കുന്നത് നമുക്ക് തോന്നണതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ തോന്നണമെന്നില്ല. എനിക്കേട്ടന് എന്തെങ്കിലും തോന്നി കഴിഞ്ഞ് പിന്നെ അത് ചെയ്യാതെ ആ വെള്ളം യൂസ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അതാണ് കേട്ടോ. ഇനി ഇത് മാത്രമല്ല, ഇന്ന് വീട് ഫുള്ള് ക്ലീനിങ് ആണ്. നമ്മൾ വീട്ടിൽ പോയി വരുമ്പോഴേക്കും വീടിൻ്റെ കോല അത്യാവശ്യം ആവും. പക്ഷെ നമ്മളിവിടെ ഇല്ലെങ്കിലും സിറ്റൗട്ടും ഒക്കെ നല്ലോണം പൊടിയടിക്കും കേട്ടോ, റോഡ് സൈഡ് ആയതുകൊണ്ട്. പിന്നെ കരടൊക്കെ അത്യാവശ്യം ഒരാവശ്യമില്ലാണ്ട് ഇവിടെ ഒരു മാവുണ്ട്, മാങ്ങ ഉണ്ടാവാത്തൊരു മാവ്. ആ മാവ് നമുക്ക് നല്ല പടി വരും. എവിടെയും പോയി വരുമ്പോഴേക്കും നല്ലച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ആവും. ഞാൻ വെയിൽ കാരണമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിൽ, നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ മുറ്റം ഫുള്ള് വൃത്തിയാക്കണം, വീട് ഫുള്ള് അടിച്ചൊഴി തുടയ്ക്കണം. പിന്നെ കുറച്ച് അവിടെ ഇവിടെ പൊടികളൊക്കെ തട്ടി മാറാനൊക്കെ കളയണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി സിനിമയ്ക്ക് പോകണം. ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഈ ടൈമൊന്നും നോക്കിയില്ല. കുറേ നാളെ നല്ലൊരു സിനിമയ്ക്ക് പോയിട്ട് നാളെ പോയി പകുതിക്ക് ചറങ്ങി വന്നുകൊണ്ട് സമാധാനമില്ല. ഏത് സിനിമ? സംഭവം നല്ല സിനിമയാന്ന് പറയുന്നുണ്ടായി. അപ്പം അത് കേട്ടിട്ട് പോണതാണ്, ഞാൻ അറിയില്ല. പോകണമെന്ന് വൈകിട്ട് അത് 9 മണിക്ക് കേട്ടാ. പിന്നെ ടാങ്ക് കേട്ടിട്ടാ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കും. ഇല്ല, ഇന്ന കഴുകല്ലേ, ആ പ്രോബ്ലം വേറെ ഒന്നല്ല. അടിച്ചു വാരിട്ട് കഴിഞ്ഞാൽ അവിടെ വെള്ളം ഇപ്പം തുറന്നിട്ടിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് പറ്റിയിട്ട് വേണം ബാക്കി പരിപാടി നോക്കാൻ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ആ ഓ നല്ല വെയിലുണ്ട്, കണ്ട ഭയങ്കര വെയില്. അപ്പൊ നമ്മ ക്ലീനിങ്ങിലേക്ക് പോയിട്ട് പിന്നെ ബാക്കി പരിപാടിയിലേക്ക് നോക്കാം. സ്മെല്ലുണ്ട്, വെള്ളത്തിൻ്റെ സ്മെല്ലാ. അപ്പം ഫുള്ള് വെള്ളം ഇട്ടിട്ടെ നല്ല കാര്യം. അങ്ങനെ ടാങ്ക് വൃത്തിയാക്കാൻ പോയപ്പോൾ അവിടെ നല്ല വെയിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അടിയിലൊന്ന് നന്നായി അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ, നല്ല വൃത്തിയിലെല്ലാം തുടച്ച് ഒക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാൾ കൂടിയിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പം ഞാനവിടെ ഓരോ സോഫയൊക്കെ ഇങ്ങനെ നല്ല തുടച്ച് ക്ലീനാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏട്ടനപ്പുറത്തിരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏട്ടനത് ശരിക്കും പറഞ്ഞ വീഡിയോയിൽ അധികം കാണാനില്ല. ഏട്ടൻ സ്റ്റാൻഡ് വെച്ച സ്ഥലത്ത് കാണാത്ത സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷേ ഏട്ടൻ ചെയ്യുന്നുണ്ട്. ഏട്ടൻ ഹെൽപ്പ് ചെയ്ത് തരുന്നതുകൊണ്ട് തന്നെ ഏട്ടനോട് പറഞ്ഞാണ് ഒരു ചേച്ചിനെ വിളിക്കുക, നമുക്ക് ഇതൊക്കെ ചെയ്യാമെന്ന്. പിന്നെ ഏട്ടൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്നെ കറക്റ്റ് അതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നല്ല ഹെൽപ്പ് ചെയ്ത് തന്നെ വേഗം കഴിയും എല്ലാ കാര്യങ്ങളും. ഞാനിവിടെ ചെയ്യുമ്പോൾ ഏട്ടൻ അപ്പുറത്തൊക്കെ ചെയ്യും. എന്ത് പണി ഞാൻ ചെയ്യാനില്ല, ഏട്ടൻ എൻ്റെ കൂടെ തന്നെ വന്നിരുന്ന് ചെയ്യും കേട്ടോ. ഞാനാണ് ഏട്ടൻ്റെ നനഞ്ഞ തുണി ഉണ്ടായിട്ട് അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുപോവാണ്. വേറെ ഒന്നുമല്ല, സെറ്റ് നനച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ അടുത്ത് തുണിയൊക്കെ വാങ്ങിയതാണ്. പിന്നെ ഏട്ടൻ എന്തൊക്കെയോ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. ഏട്ടൻ എന്തൊക്കെയോ ചെയ്യണമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് ഏട്ടൻ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ പിന്നെ അവിടെ ഇരുന്ന് തുടച്ചു തുടങ്ങി. നിന്ന് വയ്യാണ്ടായപ്പോൾ പിന്നെ ഇരുന്ന് തുടയ്ക്കായിരുന്നു കേട്ടോ. കുഞ്ഞിന്ന് തുടക്കായിട്ട് എളുപ്പമായിട്ട്. പിന്നെ അകത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. പുറത്തും കുറേ പണികളൊക്കെ കിടക്കുന്നുണ്ട്. ഹീറോ ഇവിടെ ഫുള്ള് പൊടിയാണ്, പൊടി. കൂട്ടിപ്പൊക്കോ, ഗോ ഗോ ഗോ, കൂട്ടിപ്പൊക്കോ. ഇവിടെ നമ്മ പോയതിൻ്റെ അടച്ചിട്ടുണ്ട്, അത്രയില്ല ഇവിടെ അല്ലേ. മുകളിലത്തെ ഇപ്പോൾ വെള്ളം പറ്റിയിട്ടുണ്ടാവണം, നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഞാൻ വിടുവാ. ആ വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. സുഖമായിട്ട് മുകളിൽ നിന്ന് ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു.
പോയി വരുമ്പോഴാണ് അതെ മറച്ചുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അടുത്ത പണി വലിയൊരു പണി ഞാൻ വെള്ളം കുറച്ചുകൊണ്ട് തോന്നാൻ പോയതാ, പറ്റിയിട്ടില്ല. കേക്കണേ എന്താ മുള്ള കണ്ട കുത്തിയത് എന്റെ എന്നെ കുത്തിട്ടുണ്ട് കാലുമ്മ. പട വരുന്നതല്ലേ അപ്പൊ കുഞ്ഞൻ ഈസ് ഓവർ ഫിനിഷ്. അവിടെ ഇരുന്നു. ഇത്ര വെള്ളമോ? ഇതെന്തത്ത് വെള്ളം തീരാത്ത? കൊറേ വെള്ളം ഉണ്ട് തോന്നുന്നു. വീഴരുതാ, വീഴരുത്. ഭയങ്കരമായിട്ടാ പോയി. ഏട്ടന് ഭയങ്കര കൊതി. ക്രിഞ്ചൊന്നല്ല. ഇവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ ദിവസമായി കഴിച്ചിട്ട്. അപ്പം ഞാൻ ഏട്ടനെ പണിയുടെ ഇടയിൽ വിളിച്ചു കൊടുന്നു. ക്രിഞ്ചടിക്കുവാണെന്ന് എന്താണ് ചോദിക്ക. അതല്ല, ഇവിടെ കുറച്ചു നേരം കഴിഞ്ഞ തീരെ പണി കഴിയുമ്പോൾ തീരും. അപ്പോൾ വാങ്ങിയിട്ട് വന്ന കേട്ടാ. ഈ പണി കഴിഞ്ഞിട്ട് ചായ വെച്ചിട്ട് കഴിക്കാം. യെസ്, പണി കഴിഞ്ഞിട്ട് സമാധാനമായിട്ട്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടോന്നുണ്ട് ചോദിച്ചില്ല. ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ. പക്ഷെ ഒരു ഇരുട്ട് മൂടി. എന്താന്നറിയില്ല, ഒരു ഇരുട്ട് മൂടി. ഈ മാസം മഴ അറിയില്ല. കുമ്പല്ലേ ന്യൂനമർദ്ദത്തിന്റെ അങ്ങനെ മഴ പെയ്ത്. ഇനി മഴ കുറച്ചാൽ ഞാൻ മഴ ഞാൻ നനഞ്ഞാലും കുഴപ്പമില്ല, ഫോൺ നനഞ്ഞാലും കുഴപ്പമില്ല. 10 രൂപ വരെ ചായക്കടികൾ നനഞ്ഞ് പ്രശ്നം. അപ്പൊ മനസ്സിലായില്ല ആർക്കും കൊതിയുണ്ട്. ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കേറ്റാൻ പറ്റുമെന്ന് അറിയില്ല. ഏട്ടോയ് ആയി കാണിച്ചേ. എനിക്ക് ആണെങ്കിൽ കയറ്റാൻ പറ്റും തോന്നുന്നില്ല ഒറ്റയ്ക്ക്. എങ്ങനെയും നമുക്ക് കേറാം. സിനിമ കേറാൻ പറ്റുമോ നോക്കാം. കഴിഞ്ഞിട്ട് വാ. കയറ്റാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഒരു ക്ലീനിങ്ങിലാണ് ഏട്ടൻ. കാണുന്നുണ്ടോ? കാണാതെ എനിക്ക് കാണാനില്ല ഏട്ടൻ ഉള്ളിലേക്ക്. ഇറങ്ങാൻ പറ്റാ പെട്ടാ. മറ്റേ പാലഴി കൊണ്ടുപോയിട്ട് തിട്ടൂലേ? അതേപോലെ എന്താ പറയില്ല, സ്റ്റീമിന് ഒഴുങ്ങിയ പോലെ ഉണ്ട്. കഴിഞ്ഞിട്ട് വാ. സമയം സിനിമയ്ക്കുണ്ട്. ഇങ്ങൊന്നുമില്ല, അടിയിലൊരിക്ക വെള്ളടിക്ക സെറ്റ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലത്തെ പരിപാടി കഴിഞ്ഞ ശേഷം വേഗം തന്നെ കുളിച്ച് ഞങ്ങൾ സിനിമയ്ക്ക് വന്നു കേട്ടോ. ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായി.
രാവിലെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായി ഒരു 9 മണി ഷോയ്ക്ക്. അപ്പോൾ വേഗം കുളിച്ചും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വന്നു കേട്ടോ. ഞങ്ങൾ കാണാൻ പോണ സിനിമ സംഭവമാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും പറയുകയാണെങ്കിൽ സിനിമ ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരില്ല, പക്ഷെ ഞങ്ങൾക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് അങ്ങനത്തെ സിനിമയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ അടുത്ത ഘട്ടമുണ്ടെന്ന് തോന്നുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സിനിമ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ കഴിക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായി. എനിക്ക് ലൈസും ഏട്ടന് കൊള്ളി വറുത്തതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ ഞാൻ അപ്പോൾ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള പരിപാടി തുടങ്ങി. പിന്നെ രാവിലെ പണിയും കാര്യമൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. ബൈ.